ഹലോ, വെൽക്കം ബാക്ക് ടു നിജൂസ് വെൽനെസ് വേൾഡ്. ഇന്ന് നമുക്ക് ചക്കപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. ഇപ്പോൾ ഏതാണ്ട് ചക്കക്കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കിട്ടിയ ചക്കയും കൊണ്ട് ഉണ്ടാക്കിയ പായസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പായസത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുന്നൊരുക്കങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം ചക്കപ്പഴം ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. ഒരു അരമുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. വലിയ തേങ്ങ ആയതുകൊണ്ടാണ് അരമുറി എടുത്തത്. ഇനിയിപ്പോൾ ചെറിയ തേങ്ങക്കാണെങ്കിൽ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കുക. തേങ്ങ പിഴിഞ്ഞ് 1-ാം പാൽ എടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളം ചേർത്ത് മിക്സിയിൽ അരിച്ചെടുത്തിട്ടാണ് 2-ാം പാൽ എടുക്കണേ. അപ്പോൾ അത് റെഡിയാക്കി വെക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചൊവ്വരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു അര ഗ്ലാസ്സോളം, സാധാ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ്സോളം ചൊവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചൊവ്വരി ചേർക്കണോണ്ടാണ് തേങ്ങാപ്പാൽ കുറച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടിയെടുക്കുക. പിന്നെ ഒരു 4 ഏലക്കയും പിന്നെ ഒരു കഷ്ണം ചുക്കും, അത് പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുന്നോടിയായിട്ട് തന്നെ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞു വെച്ച ചക്ക അടിച്ചെടുക്കുകയാണ്. പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ പേസ്റ്റ് പോലെ അടിച്ചെടുത്താൽ മതി. ഇനി ചൊവ്വരി വേവാൻ വെക്കണം. അപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കുക്ക് ചെയ്യണം. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് മറ്റേ ഗ്യാസിൽ ചക്കപ്പായസത്തിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. അത് എത്ര ചേർത്താലും ടേസ്റ്റിയാണ്. കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം തന്നെയാണ്. അപ്പോൾ കൂടുതൽ എടുക്കാൻ വേണ്ടി നോക്കുക. ഇത് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു കളറാണ് ആവേണ്ടത്. ഈ കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. ഈ സമയം കൊണ്ട് ചൊവ്വരി വെന്ത് വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ. നല്ല വെള്ള കളറായി വരും. ഒരു പളുങ്കുമണിയുടെ ഒക്കെ കളറായി വരും. അതാണ് ഇതിൻ്റെ അടയാളം പറയാനുള്ളത്. വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. നല്ല വെള്ള കളറായി വരും. അത് തന്നെയാണ് അതിൻ്റെ അടയാളം. ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്ത അതേ നെയ്യിലേക്ക് ചക്ക പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന്ന് തിള വരുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചക്ക തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര പാവ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത പാവാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണേ. മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവൊക്കെ എടുക്കുക. പിന്നെ കുറച്ച് വെള്ളത്തിൽ മാത്രം ഉരുക്കിയെടുത്താൽ മതി. ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒന്ന് കുറുകി വരണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം.
അപ്പോൾ ഇത് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക. രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളച്ച് വരണം. ഇനി ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കണതാണ് നല്ലത്. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായി തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചൊവ്വരി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചൊവ്വരി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് ഒരു കുറുക്കം കിട്ടും, അതേപോലെ കടിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ചൊവ്വരി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും ഒന്ന് തിളച്ച് വരട്ടെ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചുക്കുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നേരത്തെ പഞ്ചസാരയും ഏലക്കയും ചുക്കും കൂടി ചേർത്ത് പൊടിച്ചെടുത്ത പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ തിളക്കരുത്, ഒന്ന് ചൂടായാൽ മതി. അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് ഒന്നാം പാല് ചേർക്കണേ. അപ്പോൾ ഇതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് എത്ര ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റിയാണ്. അത് കടിക്കാൻ കിട്ടുന്നത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എടുക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ എടുക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൊവ്വരിയും തേങ്ങാക്കൊത്തൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിനു മുമ്പ് ചക്ക ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണാം. ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.